എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെ സീരീസിൻ്റെ എപ്പിസോഡ് 94 ഒക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ചെന്യൂൻ എക്സ്പ്ലോഷൻ ചെയ്ത് അവനെ കൊല്ലാനായിട്ട് നോക്കി. എന്നാൽ സ്പേസ് പവർ ഉപയോഗിച്ചത് കാരണം ആ അതിശയത്തിൽ തന്നെ ഡെഡായി. പോയിക്കൊണ്ടിരുന്ന ഹോത്തിയാനും കണ്ട് ഷോക്കായി പോയി. ഇത് കാരണം വിൻഡ് തണ്ടറായിട്ടുള്ള പ്രശ്നം അത് വലുതാകുകയുള്ളൂ എന്നത് മനസ്സിലായി. അപ്പോഴേക്കും പപ്പറ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. പപ്പറ്റ് പിറകെ വന്നപ്പോൾ ഷിയുവൻ തിരികെ വിളിച്ച്. ഇതെല്ലാം ദൂരെ നിന്ന് ഹാൻഷയും യോയും അവരുടെ ഗ്രാൻഡ് പ കാണുന്നുണ്ടായിരുന്നു. ഷിയുവിന് വളരെയധികം സ്ട്രോങ് ആണ് എന്നത് മനസ്സിലായി. ഹോണ്ടിയാൻ ആൾക്കാരും പോകുന്നത് കണ്ട് അവൻ ഉറപ്പായി ന്യൂസ് സ്പ്രെഡ് ചെയ്യും. നോർത്ത് വിൻഡ് ലൈറ്റനിങ് എൽഡേഴ്സ് അവനെ കൊല്ലാനായിട്ട് നോക്കും. അപ്പോൾ ഹാൻഷി ആണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഹാൻ ഫാമിലിയെ ഷിയുവിന് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ തിരികെ ഹെൽപ്പ് ഉണ്ടാകും. അതുമല്ല ഹോങ് ഫാമിലി കാണിച്ചു തന്നെ ഇതിനെങ്കിലും പകരം കൊടുക്കണം. അത് കേട്ട് അവർ ഹാപ്പി. ഷിയുവിനാണെങ്കിൽ നിങ്ങളൊരു നല്ല ടാറ്റിക്സ് ഉള്ള ആളിന് സ്വയം എക്സ്പ്ലോഷൻ ചെയ്തിട്ട് സോൾ ട്രേസ് ആകില്ല എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞൊരു ഫ്രെയിം ഉപയോഗിച്ച് പുറത്തെടുത്തു. ആ സോൾ എസ്കേപ്പ് ആവുന്നതിന് മുൻപേ ആ സോളിനെ പിടിച്ചു. എന്നെ വെറുതെ വിട്, നമ്മൾ ഒരു പ്രശ്നത്തിനും ഉണ്ടാകില്ല എന്ന് ഞാൻ ചോദിച്ചു. സോള് ഇല്ലാതേക്ക് അങ്ങനെ നിൽക്കാൻ അവരങ്ങോട്ട് വരുന്നത്. ഷിയോയിന് എനിമിയോ ഒരു തെയ്യം കാണിക്കില്ല എന്നത് വിചാരിച്ച് വരുവാണ്. ഷിയോയിനെ വിളിച്ച് നീ ഓക്കെ അല്ലേ? അവനും അടുത്തേക്ക് വരുന്നു. ഗ്രാൻഡ് പെമ്പിള്ളേരെ തടയാൻ നോക്കി എന്ന വക വെച്ചില്ല. അവനെ വെറുതെ അല്ല കോർ സ്റ്റുഡൻ്റ് ആയിട്ട് ഇന്നർ അക്കാഡമിയിൽ വെക്കുന്നത് എന്ന് പറയുമ്പോൾ ഹാൻഷിയും ഓരോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഗ്രാൻഡ് പേ ഷിയോയിൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തന്നെ ഇനി ഹാൻഷി ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ റിപ്ലൈ ആണ് കാണിച്ച്. അത് ഹാൻഷിയും പറയുമ്പോൾ മനസ്സിലാക്കിയിട്ട് ആളുടെ പേര് ഹാൻഫൈ ആണ്. എവിടെ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴാണ് കിട്ടിയത്. യാഫൈ. അവളുടെ വകയിൽ ആരെങ്കിലും വരും. അതോട് അവൻ ഓക്കെ ആണെങ്കിൽ ഈ പെൺപിള്ളേരെ അങ്ങോട്ട് പോവുകയാണ്. ഫ്യൂച്ചറിൽ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരാം. അവന് നന്ദി പറയുമ്പോൾ ഹാൻഷിയും എത്രയും പെട്ടെന്ന് സെൻട്രൽ പ്ലെയിനിലേക്ക് പോകണം. വിൻഡ് തണ്ടർ നോർത്തൻ പൗലി വളരെ സ്ട്രോങ് ആണ്. അവനും ഒക്കെ പറയുമ്പോൾ അവരവിടെ നിന്ന് പോവുകയാണ്. അവർ പോയപ്പോഴാണ് ടൈൻഹു നീ ഈ കാര്യത്തിൽ മാത്രം വീക്കാണ്, ബോഡി സ്ട്രോങ് ആണെങ്കിലും. ടൈൻഹു അവൻ കൊടുത്ത പവറിൽ എക്സ്പ്ലോഷനായിട്ട് അവൻ ഡെഡ് ആകുമായിരുന്നു. അതുകൊണ്ട് ഇവൻ സ്ട്രോങ് തന്നെയാണ് ബോഡിയിൽ. അവൻ എംബറർ പില്ല് കഴിച്ച് പെട്ടെന്ന് തന്നെ ഡൗസോങ്ങിലേക്ക് ബ്രേക്ക് ആക്കാൻ നോക്കും എന്ന് പറയുകയാണ്. എംബറർ പില്ല് അറിയാലോ 2-3 ലെവൽ സ്കിപ്പ് ചെയ്യും. അവരോട് നീ എൻ്റെ കാര്യം മറക്കണ്ട, ഇല്ല നല്ലൊരു ബോഡി റിഫൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് പോകുന്നു. അത് കഴിഞ്ഞ് ആ പറഞ്ഞ വിൻഡ് തണ്ടർ നോർത്തൻ പൗലിയൻ അവിടെ എവിടെയുള്ള ഒരു സ്ഥലം അയാളെ കാണിക്കുന്നില്ല. ചെന്യൂൻ എക്സ്പ്ലോഷനായിട്ട് ഡെഡായി. അത് പറയുകയാണ്. അത് കേട്ട് അവിടെയുള്ള എൽഡേഴ്സ് ആണെങ്കിൽ ഷോക്ക്. ആർക്കാണ് തീരുക നമ്മുടെ പൗലിയനെ അറ്റാക്ക് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അതിലെ ഒരാൾ ഡയൻ, മറ്റേ രണ്ടുപേരുടെ പേര് ലെയ്യും ഫെങ്ങും. അതിലെ ലെയ് വേറെ പൗലിയനാണോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല. ചെന്യൂൻ ഹോങ് ഫാമിലി ആയിട്ട് ടൈം സിറ്റിയിലേക്ക് പോയി. അവിടെ പോയി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറയുന്നു. അവരും ഓക്കെ. ഷിയുവിന് അവിടെയും ഫേമസ് ആയതുപോലെ വാറണ്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചു. അവന് ചെയ്ത എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് പറയുകയും ഒരുപാട് കള്ളക്കഥകളും നടന്നതോ നടക്കാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഒരാൾ. അത് സൈഡിൽ കൂടെ പോകുന്ന ഷിയുവിനെ കേട്ടു. അവനത് മൈൻഡ് ആക്കാതെ പോകുന്നു. അപ്പോഴാണ് ഒരാൾ പറയുന്നത് ഈ ഹാൻ ഫാമിലിയെ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ അവിടെ വെറുതെ ഇതൊക്കെ അറിഞ്ഞാൽ പോകുമെന്നാണ്. അത്രയ്ക്ക് മണ്ടനാണ് എന്നൊക്കെ സംസാരം. ഷിയുവിൻ എന്നാൽ അത് കേട്ട് പോകാൻ നൽകുന്നു. ടൈനിക്ക് ചോദിക്കുമ്പോൾ എന്തുതന്നെയാലും ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ തുടക്കി വെച്ചത്, അതിനാൽ തന്നെ അവസാനിപ്പിക്കണം. ടൈനിക്കും അതാണെങ്കിൽ പോലും ഇതാണ് വേണ്ടത്. പ്രശ്നം എന്തുതന്നെയാലും അത് ഫേസ് ചെയ്യണം. പിന്നെ ഞാനും ഉണ്ടല്ലോ. അവൻ അവിടുന്ന് പോകുമ്പോഴാണ് ആ പോയത് ഷിയുവിനാണെന്ന് ആ ഡ്രസ് കോഡ് കൊണ്ട് മനസ്സിലായത്. അത് കഴിഞ്ഞ് ആ പറഞ്ഞ ഹാൻ ഫാമിലി അവിടെ വിൻഡ് തണ്ടർ പോവുകയും അവിടെ 3 എൽഡേഴ്സും ഒരുപാട് ഡിസിപ്ലിൻസും അവരാണ് കാണിക്കുന്നത്. അവരെ പിടിച്ച് വെച്ചേക്കണം. അതിലെ 3 പേര് ഡൗസോങ് എന്നത് കാണാൻ ഹാൻഷു അവളോട് ഹാനിയു വന്ന് ചോദിക്കുന്നത് ഷിയുവിൻ വരുമെന്ന് നീ കരുതുന്നുണ്ടോ? അത് ചോദിക്കുമ്പോൾ വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെന്താണ് മുഖം ഡള്ളായിട്ടിരിക്കുന്നത്? അവൻ വന്നാലോ എനിക്കത് പ്രശ്നമാണ്. എന്നാൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അവൻ വരെയും വേണം എന്ന മൈൻഡ് കൂടിയാണ് ഹാൻഷു. എങ്കിലും അവൻ വന്നാൽ അവൻ്റെ ജീവനാപത്താണ് എന്ന് പറയുമ്പോൾ ശരിയാണ് എന്ന് യുവും അവിടെ ഉള്ള 2 പേരാകട്ടെ ഹാൻഷയും യുവിനെ വെച്ച് സംസാരമാണ്. ഇവിടെ 2 പെമ്പിള്ളേരുണ്ട്, അടിപൊളിയാണ്, എനിക്ക് അവളെ വേണം ഇവളെ വേണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് ടിയാനാണെങ്കിൽ ദേഷ്യം വന്നു. ടിയാന് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും. അതുപോലെ തന്നെ ഹാൻഷിയും യുവയ്ക്കും അവിടെ സംസാരം പറഞ്ഞ് ഓവറായിട്ട് പോകുമ്പോൾ സഹയായിട്ട് ചാടി അടിക്കാനായിട്ട് വരുന്നു. എന്നാൽ മുകളിലുള്ള പൗലിയൻ എൽഡേഴ്സ് തടഞ്ഞു തെറിപ്പിച്ചു കളഞ്ഞു. ഹാൻഷി ആണെങ്കിൽ നമ്മളെ പിടിച്ചു വെച്ചേക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരെ കേട്ട് എല്ലാവരും അത് ചോദിക്കുമ്പോൾ അവരോട് നിർത്താനായിട്ട് പറഞ്ഞ് പ്രഷർ കൊടുക്കുന്നു. ഇവിടെ എതിർക്കാൻ ആർക്കും തന്നെ കഴിയില്ല. കാരണം അവർ 3 ഡൗസോങ് ആണ്. അവിടെയുള്ള ആരും തന്നെ ഡൗസോങ് അല്ല. അതുകൊണ്ട് തന്നെ ആ 2 പിന്നെ സംസാരം അതല്ല കേട്ട് നിൽക്കാൻ മാത്രമേ കഴിയൂ. മഴ പെയ്യുന്നു, അകത്തേക്ക് പോകാം എന്ന് അവരങ്ങനെ പോകുമ്പോഴാണ് ഹാൻഷിക്കും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പോകുന്നത്. അപ്പോഴാണ് ഷിയുവിൻ ലൈറ്റനിങ് ഉപയോഗിച്ച് അവിടെ എത്തിയത്. അത് കണ്ടപാടെ ഹാൻഷിക്കാകട്ടെ ഹാപ്പിയായി. ഷിയുവിൻ വന്നു എന്ന് ഹാൻ ഫാമിലിയോട് പറയുന്നു. ഷിയുവിനാകട്ടെ ഒരു ഗത്തായിട്ട് അവിടെ നിൽക്കുമ്പോൾ പവലിയ ഡിസിപ്ലിൻസ് ആകട്ടെ നീയാണല്ലേടാ ഷിയുവെ, നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വരുവാണ്. ആ 3 എൽഡേഴ്സും ഷിയുവിനെ കണ്ട് ഷോക്കായി പോയി. ലൈറ്റിനൊക്കെ ഉപയോഗിച്ച് വരുന്നതുണ്ട്.
എന്നെ കൊല്ലാനാണോ? അതിന് നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് റൂളർ വെച്ച് എല്ലാവരും അടിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കൈയൊക്കെ വെച്ച് അവസാനം റൂളർ ടെക്നിക്കിൽ വന്ന ഏതൊരു പാമ്പ് പോലുള്ള എന്തോ ടെക്നിക്ക് വെച്ച് എല്ലാവരെയും ഒറ്റ മൂവിൽ അടിച്ചിട്ടു. എനിക്ക് ചെറിയ ഫൈറ്റിനോടൊന്നും താല്പര്യമില്ല, സമയം കളയാനേ ഇല്ല എന്ന് പറഞ്ഞ വിങ്സ് യൂസ് ചെയ്ത് മുകളിലേക്ക് പോയി സിയോന് വന്നത് കൊണ്ട് അവരിൽ നിൽക്കുന്നു. നിനക്കെന്ത് ധൈര്യം കൊണ്ട് ചെന്നുവിനെ കൊല്ലാൻ? ഞാൻ കൊന്നില്ല, അത് അയാളുടെ വിധിയാണ്, അത് അയാൾക്ക് കിട്ടി. അങ്ങനെയോ എന്നാൽ നിന്റെ വിധി നമ്മൾ നടപ്പിക്കാം എന്ന് സിയോന് അത് നടക്കുന്നതാണ്. എന്നെ പിടിക്കാൻ വിൻഡ് തണ്ടർ പൗലയിലെ മെയിൻ 3 എൽഡേഴ്സ് എന്നെ അത്രയ്ക്ക് വാല്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അവനെ പിടിച്ചുകൊണ്ടേ കാണിക്കാം, അവൻ്റെ ഫൈറ്റ് എത്ര വരെ പോകുന്നതൊക്കെ കാണട്ടെ എന്ന് പറയുമ്പോഴാണ് സിയോൻ ഒരുപാട് ഓവറാകുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് പപ്പറ്റിനെ പുറത്തിറക്കി. അതുകൊണ്ട് ഡൗസങ് ലെവൽ 5ഓ അതോ 6ഓ ഇത് റയറായതാണ്, എങ്കിലും നമ്മളെ എതിർക്കാൻ കഴിയില്ല എന്ന് സിയോൻ ടൈൻഹുവിൻ്റെ ഹെൽപ്പ് ഉപയോഗിച്ച് സോൾ പവർ അതുകൂടി എടുക്കുമ്പോൾ ഇത്രയും പ്യുവറായ സോൾ പവർ കൊണ്ട് ഷോക്കായി പോയി. ഇപ്പോൾ സിയോൻ ലെവൽ 8 ഡൗസോ ആണ്. ഹോത്തിയാനെ വിളിച്ച് നിർത്തി പപ്പറ്റിനെ നോക്കാനായിട്ട് പറയുന്നു. ഞാൻ ഈ പപ്പറ്റിന് നോക്കിക്കോളാം, നിങ്ങളുടെ ഫൈറ്റിൽ അതിനെ ഇന്റർഫേസ് ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നു. പപ്പറ്റിൻ്റെ നിന്ന് അടി വാങ്ങിയിട്ട് ഹോത്തിയാൻ അവിടെ നിന്ന് സൈഡിലേക്ക് പോകണം. പിന്നെ 3 ഡൗസോങ്ങിനെയാണ് സിയോനെ എതിർക്കാൻ പോകുന്നത്. ഓർക്കണ BTTHയിൽ ഒരുപാട് ഡൗസോങ്ങിനെ സിയോനെ എതിർത്തു. എങ്കിൽ കൂടി ആദ്യമായിട്ടാണ് അറ്റ് എ ടൈം 3 പേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഡൗസോങ് 5 സ്റ്റാർ ഉള്ള 3 പേര്. അവർ പറഞ്ഞ് ഒരു ക്ലൗഡ് ഫോർമേഷൻ പോലെ മറ്റൊരു 9 തണ്ടർ പ്രസന്റ് ഫോർമേഷൻ ഉണ്ടാക്കി. അതൊരു ഷീൽഡ് പോലെയാണ്, പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതിൽ നിന്നുള്ള മാസീവ് ലൈറ്റനിങ്, അതിൽ നിന്നും എനർജി ആ 3 പേര് കൂടി എടുക്കുകയാണ്. അവർ റെഡിയായി. ഇനി നീ ആരാണ് എങ്കിലും വാ എന്ന് പറയുമ്പോൾ ശരി, എന്നാൽ ഹാൻ ഫാമിലിയെ ഇതുമായിട്ട് ഒരു പ്രശ്നത്തിന് ഇനി വരാൻ പാടില്ല, എങ്കിൽ മാത്രമേ നിങ്ങളെ ഫേസ് ചെയ്യൂ. ഹാൻ ഫാമിലി ഇത് വെച്ച് നമ്മുടെ പൗലിയൊന്നും ഉപദ്രവിക്കാൻ പോകുന്നില്ല, അത് നമ്മുടെ സ്റ്റൈലല്ല. ഇന്നത്തോടെ ഹാൻ ഫാമിലിയും ഈ ഒരു പ്രശ്നമായിട്ട് ഒരു ഇൻവോൾവിലും ഉണ്ടായിരിക്കില്ല എന്ന് വാക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ശിവൻ റെഡി അവരുടെ ഫൈറ്റ് തുടങ്ങി. ലൈവ് വന്ന് ശിവൻ അടിച്ച് താഴേക്ക് വീണു. എങ്കിലും പിന്നും പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഒരാളാണെങ്കിൽ പോലും ശിവൻ ഫേസ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ അറ്റ് എ ടൈമൊക്കെ 3 പേര് ഒരേ ടൈമിലൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു സ്കില്ലോട് ഉപയോഗിച്ച് അതെല്ലാം എതിർക്കേണ്ടി വരുവാണ്. പല രീതിയിൽ ശിവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഒരുപാട് എതിർത്തു, ഒരുപാട് അടി വാങ്ങി, ഒരുപാട് കൂടി തിരികെയൊക്കെ കൊടുത്ത് അവസാനം അങ്ങനെ പോകുന്നുണ്ട്. ലെയ് കണക്ക് കൂടുതൽ കിട്ടുന്നതെന്ന് കാണാം. ഒരു ടൈമിൽ ലെയ്യിനെ ഒറ്റയടിയിൽ അടിച്ചിട്ട് ഡൗസോങ്ങിനാണ് ഓർക്കണം ഇനിയും വരും. ആ ടൈം ശിവന് 2 സൈഡിൽ നിന്നും ഫെങ് ടിയാനും കൂടി ഡയനും കൂടി ഒരു സ്കില്ല് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതെന്താകുമെന്ന് കാണിക്കുന്നില്ല. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.